ഒരു യൂറോപ്യൻ പര്യടനത്തിൻ്റെ ഭാഗമായിട്ട് ഞാനിപ്പോഴുള്ളത് പാരീസിലാണ്. അപ്പോൾ ഞാൻ ലോസ് ഏഞ്ചൽസിൽ നിന്നും യാത്ര തുടങ്ങുന്നതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിനുശേഷം പാരീസിലെത്തി. ഇന്ന് ഞാൻ ചിലപ്പോൾ ബ്രസൽസിൽ പോകാൻ പ്ലാൻ ഇട്ടിരിക്കുകയാണ്. ഒപ്പം ലണ്ടൻ, ഇതൊക്കെ നമ്മുടെ ഹൈ സ്പീഡ് റെയിൽവേ നെറ്റ്വർക്ക് ഉണ്ട്. യൂറോപ്പിൻ്റെ റെയിൽ നെറ്റ്വർക്ക് 33 രാജ്യങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള റെയിൽ നെറ്റ്വർക്ക് ഉണ്ട്. ഒപ്പം തന്നെ ബ്രസൽസ്, സ്വിറ്റ്സർലൻഡിൽ സുറിക്കിൽ പോകാനായിട്ട് മിലാനിൽ പോകുന്നൊരു പ്ലാൻ ഉണ്ട്. പിന്നെ അങ്ങനെ ഓസ്ട്രിയ, വിയന്ന, ഇതൊക്കെയാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു വീക്ക്ലി പാസ് കിട്ടും. ആ പാസ് ഹൈ സ്പീഡ് ട്രെയിനിൽ ചില രാജ്യങ്ങളൊക്കെ ഇപ്പോൾ ഇവിടുന്ന് ലണ്ടൻ 2.5 മണിക്കൂറിലെത്തും. ബ്രസൽസ് 1.5 മണിക്കൂറിൽ ഗാരെ ഡു നോർ എന്ന് പറഞ്ഞൊരു സ്റ്റേഷനിൽ നിന്നൊരു ഇവിടുന്ന് ഇന്നലെ അപ്പോൾ ഞാൻ എയ്ഫിൽ ടവറൊക്കെ പോയിരുന്നു. എയ്ഫിൽ ടവർ കണ്ടു. ഇനി നോട്ട്രെ ഡാം കത്തീഡ്രലിൽ പോകണം. അപ്പോൾ ട്രെയിനിലാണ് ഇത്തവണ യാത്ര ചെയ്യുന്നത്. സാധാരണ രീതിയിൽ ഞാനിപ്പോൾ മുമ്പൊക്കെ ജർമ്മനിയിലും ഒക്കെ വരുന്ന സമയത്ത് റെൻ്റൽ കാർ എടുത്താണ് പോവാറ്. പക്ഷേ ഇത്തവണ ഞാൻ കാരണം ഇവിടുത്തെ ട്രാഫിക്കും നമ്മുടെ പാർക്കിങ്ങും ഒക്കെ കണക്കിലെടുക്കുമ്പോൾ നമുക്ക് ഒരു പക്ഷേ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ, അപ്പോൾ അതിൻ്റെ ഒരു പാസ് ഞാൻ എടുത്തു. ഒരാഴ്ചത്തേക്കുള്ള ഒരു പാസ് എടുത്തു. ഇനി ഹൈ സ്പീഡ് നെറ്റ്വർക്കിനുള്ള ഒരു പാസും കൂടി ഉണ്ട്. അതെടുത്തിട്ട് അൺലിമിറ്റഡ് യാത്രകൾ. അപ്പോൾ ഓരോ മെട്രോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴും അതിൻ്റേതായ ഇതിലേക്ക് നമ്മൾ പോകുമ്പോൾ അതിൻ്റെ ഗുണങ്ങൾ വേറെയാണ്. അപ്പോൾ സാമ്പത്തികമായിട്ടും നമ്മൾ ഇപ്പോൾ പണക്കാരാണെങ്കിൽ നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മളുടെ സാമ്പത്തികമായി ഞെരുക്കത്തിൽ നിൽക്കുമ്പോൾ അതിൻ്റെ ചുറ്റുപാടിൽ ജീവിക്കാനായിട്ടുള്ളൊരു സാഹചര്യം നോക്കാം. പക്ഷേ ഇന്ന് ഞാൻ പ്രതിപാദിക്കുന്ന വിഷയം എൻ്റെ വിഷയങ്ങൾ രാഷ്ട്രീയമായിട്ടുള്ള വിഷയങ്ങളാണ്. ഞാൻ സത്യത്തിൽ ലണ്ടനിൽ പോകാനായിട്ട് ഇന്നലെ എത്തിപ്പെടേണ്ടതായിരുന്നു. കാരണം ഇന്നലെ ലണ്ടനിൽ ടോണി റോബിൻസൺ എന്നൊരു വ്യക്തി വലിയൊരു ജാഥ ഇംഗ്ലണ്ടിൻ്റെ കൊടിയൊക്കെ പിടിച്ചിട്ട്, എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ബ്രിട്ടൻ അത്ര ചെറിയൊരു ദ്വീപാണ് ഈ ബ്രിട്ടനും സ്കോട്ട്ലൻഡും ഒക്കെ പടികൂടി. പിന്നെ ഒരു നോർത്തേൺ അയർലൻഡ് എന്ന് പറഞ്ഞ അയർലൻഡിൻ്റെ അടുത്തുള്ള രാജ്യം. ഈ രാജ്യം 70 രാജ്യങ്ങൾ, കോമൺവെൽത്ത് രാജ്യങ്ങളെ ഭരിച്ചിരുന്നത്. ഈ രാജ്യങ്ങളെ ഭരിച്ചിരുന്ന ലണ്ടൻ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, കീഴ്പ്പെട്ടു പോയി എന്ന് ഉള്ളൊരു ഇതിൽ. ഇന്നലെ കൊടിയൊക്കെ ആയിട്ട് ഈ സായിപ്പ് ഇറങ്ങിയിരിക്കുകയാണ്. ഇംഗ്ലണ്ടിൽ ഇറങ്ങിയിരിക്കുന്നത് ഈ പറഞ്ഞ അഭയാർത്ഥികൾക്കെതിരെ. അഭയാർത്ഥി എന്ന് പറയുമ്പോൾ ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നുള്ള അഭയാർത്ഥികളാണ്. അവർ അഭയാർത്ഥിയായിട്ട് വന്നു. അവർക്ക് ഹോട്ടൽ മുറിയൊക്കെ എടുത്ത് കൊടുക്കണം സർക്കാർ. 1 കൊല്ലം 2 കൊല്ലം അവർ ഈ കോടതിയിൽ കേസ് നടക്കുന്ന, അഭയാർത്ഥിയാണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള കേസ് നടക്കുമ്പോഴൊക്കെ. അപ്പോൾ ഇതിനിടയിൽ വന്നിട്ട് ഇപ്പോൾ സിറിയയിൽ നിന്നും ലെബനനിൽ നിന്നും അവരുടെ മതം പുറത്തെടുക്കും. ലെബനൻ, ഇറാഖ്, ഇവിടെ നിന്നൊക്കെയാണ് ഈ അഭയാർത്ഥികൾ വരുന്നത്. ഒപ്പം നമ്മുടെ പാകിസ്ഥാനിൽ നിന്നുള്ള പച്ചകളും കൂടി ചേർന്നിട്ടാണ് ഇവരുടെ ഒരു പ്രവർത്തനം. അപ്പോൾ സായിപ്പിൻ്റെ ഐഡിയ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞൊരു ടോണി ബ്ലെയറിൻ്റെ കാലഘട്ടം 2001 തൊട്ട് 2007 വരെ ടോണി ബ്ലെയർ ഇരുന്ന കാലഘട്ടം. അതിനുശേഷം ഗോർഡൻ ബ്രൗൺ വന്നു, ഡേവിഡ് കാമറൂൺ വന്നു, തെരേസ മെയ് വന്നു. അതിനുശേഷം നമ്മുടെ ഇന്ത്യക്കാരൻ ഋഷി സുനക് വന്നു. ഋഷി സുനക്കിന് ശേഷം ഒരു ലിസ് ട്രോസ് വന്നു. അതിനുശേഷം ഇന്ന് ഇടതുപക്ഷ ചിന്താഗതിക്കാരനായ കള്ളന് കഞ്ഞി വെച്ച ഇവൻ കീത്ത് സ്റ്റാമറാണ് അവിടെ ഇരിക്കണേ. അക്ഷരാർത്ഥത്തിൽ അങ്ങോട്ട് ഞെട്ടിച്ച് കളയാന്ന് പറഞ്ഞാൽ ഇത്ര നാളും, അതായത് ഈ രാജ്യങ്ങളിൽ ഫ്രാൻസ്, ജർമ്മനി, ഇവിടെയൊക്കെ ഉള്ളത് 7%, 8% ഒക്കെ മുസ്ലിംസേ ഉള്ളൂ, ഇസ്ലാമിക ഇതുകൾ. അവന്മാർ നോക്കിയപ്പോൾ ഈ സായിപ്പ് ഇത്തിരി ശാന്തമായിട്ടൊക്കെ നടക്കുന്നതാണ്. അപ്പോൾ അവൻ വിചാരിച്ച് ഒരു കത്തിയെടുത്ത് വീശുക. അവിടെ തോക്കില്ല. അമേരിക്കയിലാണെങ്കിൽ തോക്കൊണ്ടുള്ള കളികളാണല്ലോ. പക്ഷെ അമേരിക്കക്കാരൻ്റെ രീതി വേറെയാണ്, യൂറോപ്പിൻ്റെ രീതി വേറെയാണ്, UK-കാരൻ്റെ രീതി വേറെയാണ്. അപ്പോൾ ഇവൻ ഈ കത്തിയെടുത്ത് ഇത് പേടിക്കുന്ന വിചാരിച്ച് കത്തിയെടുത്ത് ഒരുത്തം വരുന്നു, കത്തിയെടുത്ത് വീശുന്നു. അപ്പം നമ്മൾ ഇപ്പോൾ പറയുന്ന നല്ല അയൽക്കാരനൊക്കെ നമ്മുടെ നാട്ടിൽ പറയുന്ന അയ്യോ എന്ത് പാവം സ്നേഹമുള്ള മുസ്ലിം സഹോദരങ്ങൾ എന്നൊക്കെ പറയുന്ന ഇവരിതിനെ അപലപിക്കുന്നില്ല. ഒരുത്തനും അപലപിക്കുന്നില്ല. ഇവൻ ഒരു കാര്യത്തിലും അപലപിക്കുന്നില്ല. കാരണം ഇവൻ നല്ലവനാണ്. ഇവൻ പറയണത് ഒറ്റപ്പെട്ട സംഭവം എന്നൊക്കെ പറഞ്ഞാണ് ഇത് ചെയ്യുന്നത്. അപലപനം എന്നുള്ളത് ഇവർ ചെയ്യുന്ന പരിപാടികളൊക്കെ 1400 വർഷമായിട്ട് ഇവന് യുദ്ധമുള്ളൂ. ഇവൻ ഈ മതം തുടങ്ങി അന്ന് മുതൽ യുദ്ധമാണ്. ആരോടെ യുദ്ധം ചെയ്യണേ? ഇവൻ സമാധാനത്തിൻ്റെ, സ്നേഹത്തിൻ്റെയും കാരുണ്യവാനം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവന് യുദ്ധമാണ്. യുദ്ധം എന്ന് പറയുന്നത് ജൂതനെ കണ്ട അപ്പം കൊല്ലണം, ക്രിസ്ത്യാനിക്ക് ഇത്തിരി കൂടി റാങ്ക് കൊടുത്തോ, ഹിന്ദു ആണെങ്കിൽ അപ്പം അവൻ കാഫിറാണ്, ഒക്കെ ഇതിനും കൊന്നേര്, നമ്മ മാത്രം. ഇന്നലെ ടോണി റോബിൻസൺ ഒരു 10-30 ലക്ഷം ആൾക്കാരെയും കൊണ്ട് അങ്ങോട്ട് വെസ്റ്റ് മിനിസ്റ്റർ ആബേൽ അങ്ങോട്ട് വന്നു. ഞാൻ മുമ്പൊക്കെ ഈ വെസ്റ്റ് മിനിസ്റ്റർ ആബേലൊക്കെ വരുന്ന സമയത്തുണ്ടല്ലോ, ആ പാലവും ആ ജയൻറ്റ് വീലും അതിൻ്റെ സൈഡിലൊക്കെ ഇവന്മാർ കിടന്നുള്ള തനി ഇത് ഡ്രഗ് കച്ചവടവും ആഫ്രിക്കയിൽ നിന്നുള്ള മുസ്ലിംസും പിന്നെ അതിൻ്റെ കൂടെ പച്ചകളൊക്കെ കൂടിയിട്ടുള്ള പരിപാടിയായിരുന്നു. ഇന്നലെ അങ്ങോട്ട് അക്ഷരാർത്ഥത്തിൽ അങ്ങോട്ട് ലണ്ടൻ സിറ്റിനെ ഞെട്ടിച്ച് കളഞ്ഞു.
നമ്മളെല്ലാവരും ഞാനൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ്. ഞാൻ ഇന്നോ നാളെയായിട്ട് ലണ്ടനിൽ പോകുന്നുണ്ട്. ഇവിടുന്ന് 2.5 മണിക്കൂർ ട്രെയിൻ പിടിച്ച് പോകുന്നുണ്ട്. അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച് കളഞ്ഞു. നേരെ എത്ര നാളുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ടോണി ബ്ലെയർ നടക്കുന്ന സമയത്ത് ഇറാഖ് അഫ്ഗാനിസ്ഥാൻ യുദ്ധം നടക്കുന്ന ബുഷായിട്ട്. അപ്പം ഇതിൻ്റെയൊക്കെ പേരിൽ ഇവർ ഇത്തിരിയൊക്കെ പിന്നോട്ട് നിന്നു. വലിയ പണിക്ക് നിൽക്കണ്ട, ഗവൺമെൻറ്റും ഇതിന് നിങ്ങളായിക്കോ, ഒറ്റപ്പെട്ട സംഭവം എന്നൊക്കെ പറഞ്ഞ് നിന്നു. ഇന്നലെ അതിന് നേരെ തിരിച്ചടിച്ചു. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് മാർഗരറ്റ് താച്ചറൊക്കെ ഇരുന്ന സമയത്തൊക്കെ ആയിരിക്കും ഇത്രയും ശക്തി കണ്ടിട്ടുണ്ടാവുക ബ്രിട്ടൻ ഇത്തരത്തിലുള്ള ഒരു ഇത് എന്നെ ഓർമ്മപ്പെടുത്തുന്നത് ഗുജറാത്തിനെയാണ്. ഗുജറാത്തിൽ അതായത് ഒരെണ്ണം ഇത്തരം വീരവാദം മറ്റേ കീരിക്കാടൻ ജോസ് എന്ന് പറഞ്ഞ ഹൈദരാലിയോ മറ്റേ സേതുമാധവന്റെ പിന്നാലെ നടക്കുന്ന കൊച്ചിൻ ഹനീഫയുടെ ക്യാരക്ടർ എന്തറാന്നൊക്കെ പറഞ്ഞ് നടന്നിരുന്നവന്മാര് പങ്ങി ഒളിച്ചു. ഇത്രയുള്ള ഇവരുടെ കാര്യം. ഇവർക്ക് സാധിക്കുക എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ജോസഫ് മാഷിനെ പോലെ ഒറ്റപ്പെട്ട വ്യക്തി, സംഘടനയില്ല, കത്തോലിക്ക സഭയില്ല, ഹിന്ദുക്കളില്ല, സംഘികളില്ല, ആരും ഇല്ലെങ്കിൽ ഒരു 10 ആൾ പോയിട്ട് അയാളുടെ കൈയൊക്കെ അറക്കാറിയാം. കിട്ടുമെന്ന് പറഞ്ഞാൽ ഗുജറാത്തിൽ ബോലോ തക്ബീർ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കുറേ നാൾ നടന്നു. ആ മോഡി ഒന്ന് ഇറങ്ങി ഒന്ന് ലെവൽ ചെയ്തു. അവരുടെ ട്രെയിൻ കത്തിച്ചാനാട്ടോ, വെറുതെ അല്ല മോഡി ഇറങ്ങിയത്, ട്രെയിനിൽ കൂട്ടിയിട്ട് കത്തിച്ചാന്. അതായത് ഇവിടെ കരസേവക്കാരെ കൂട്ടിയിട്ട് കത്തിച്ചേനാണ്. നമ്മുടെ നാട്ടിലെ ഇപ്പം നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ നോക്കണ്ട, കേരളത്തിലെ കള്ളന്മാർ, അറബിയുടെ നക്കി തിന്നണ തെണ്ടികളാണ് നമ്മുടെ നാട്ടിലുള്ള എല്ലാ മാധ്യമം. മൊട്ടത്തലയനും മരം മുറിച്ച് നടക്കുന്ന മൊട്ടത്തലയൻ തൊട്ട് കാഫിർ രാമൻ തൊട്ട് കൈരളി തൊട്ട് ഇവൻ തൊട്ട് നായർ തൊട്ടൊക്കെ തെണ്ടികളാ, കള്ളന്മാരാ. ഇപ്പം ഇത്തിരി ഈ നമ്മളെ പോലെയുള്ള എന്നെ പോലെയുള്ള യൂട്യൂബേഴ്സൊക്കെ വന്നപ്പോൾ അവന് നാണം വെച്ചിട്ട് ചമ്മൽ വന്നിട്ട് അവനിപ്പോൾ ഒരു ചെറിയൊരു അറബിയുടെ കാശ് വാങ്ങും ചെയ്തു, പെട്ടും പോയി എവിടെ കിടന്ന്. ഈ മാള് മുതലാളിയൊന്നും പരസ്യം തരില്ല പറഞ്ഞു കഴിഞ്ഞാൽ, മതത്തിനെ പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം അവർക്ക് മതമാണ് വലുത്. അപ്പം അവനൊരു നാണം വെച്ചിട്ടുണ്ട്. ഗുജറാത്തിൽ അടിച്ചങ്ങോട്ട് നിരത്തി കൊടുത്തപ്പോൾ പ്രശ്നമുണ്ട്. ശാന്താണ് ഗുജറാത്ത്, ശാന്തവും സമാധാനം, യാതൊരു പ്രശ്നമില്ലേ ബായ്. ഗുജറാത്ത് ഇപ്പം ശാന്താണെന്ന്. അതുപോലെ ഇംഗ്ലണ്ടിൽ ഒരുത്തനും ഇല്ല, അവരെ കൊടി പിടിക്കരുതെന്നും പറഞ്ഞ് വന്നു. ഈ അഭയാർത്ഥികൾ ഹോട്ടലിലൊക്കെ ഒളിച്ചിരിക്കുക. ഇവിടെ ഞാൻ ഒരിക്കലും നബീനെ അവഹേളിക്കാറില്ല, വിമർശിക്കാറുണ്ട്. ഈ പുസ്തകത്തിൽ സുഹൃത്തുക്കളായിട്ട് അതേ വിമർശനം ഞാൻ മുന്നോട്ട് കൊണ്ടുപോകാറുണ്ട്. നബീനെയോ അല്ലെങ്കിൽ ഒരു വിശ്വാസത്തിന് ഞാൻ അവഹേളിക്കാറില്ല, അത് അവരുടെ വിശ്വാസമാണ്. ഇതാണ് ഇവർ ഇംഗ്ലണ്ടിൽ കൂടെ വിളിച്ച് പറഞ്ഞുകൊണ്ട് പോണ വാക്ക് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എഴുതി വെച്ച കാര്യങ്ങളാണ്, കിതാബിൽ എഴുതി വെച്ച കാര്യങ്ങളെ വിളിച്ച് പറഞ്ഞിട്ട് പോണേ. സാധാരണഗതിയിലാണെങ്കിൽ ഇവർ എന്തടാ ഞാൻ ചത്താലും രക്തസാക്ഷിയാവും, ഒരുത്തനുമില്ല. അത് ഒരു ഓവർ ദ ഷോൾഡർ ഷോട്ട് ഞാൻ കണ്ടു. നിൽക്കുന്നത് മുഴുവനും പാകിസ്ഥാനി പച്ചകളാ. ഇവരുടെ മേലെ കൊടിയും പിടിച്ചിട്ട് സായിപ്പ് പോവാണ്. ഒരുത്തനും മിണ്ടണില്ല. കേട്ട് നബീനെ പച്ചത്തേറി പറഞ്ഞിട്ടാണ് പോണേ. ഈ സായിപ്പ് ആരടാ ഒറ്റ അഭയാർത്ഥി മേട്ടർ ഇറങ്ങി പോടാന്നും പറഞ്ഞിട്ട് ഒരു പച്ചയ്ക്ക് പോകുന്നു. ഒരു പ്രശ്നമില്ല, ശാന്തമായി. ആ ഒരു ഇറക്കത്തിൽ 30 ലക്ഷം ആൾക്കാരെ ടോണി റോബിൻസൺ എന്ന് പറഞ്ഞ് അതൊരു ട്രംപ് ഇമ്പാക്റ്റാണ്. അവിടെ ട്രംപ് വന്നതിൻ്റെയാണ്. ഗുജറാത്ത് പോലെ ശാന്തമായി. തന്നെയല്ല ജർമ്മനിയിലും ഫ്രാൻസിലൊക്കെ ഇവിടെ മറ്റേ നെത്തിന്യാഹുവിനെ ഇത് ചെയ്തു, പാലസ്തീൻ പിഞ്ചു കുഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സായിപ്പും അവിടെ തുളച്ച് ഈ പച്ച കുത്തിയ സായിപ്പും ഇതൊക്കെ പറഞ്ഞ് ഇറങ്ങിയിരുന്നു. ഇതിങ്ങനെ അങ്ങോട്ട് ഈ ചോക്കോളിൽ പിടിച്ചൊക്കെ പോലീസുകാർ പിടിച്ച് ഓരോന്നിനും കൊണ്ടുപോയി ഇടിച്ചങ്ങോട്ട് നേരം. ഇവിടെ ഒന്നും അങ്ങനെ സായിപ്പിനെ ഇടിച്ചൊന്നും പറ്റില്ല. ഇവർ ഇടിക്കാണ്ട് പറ്റില്ല. ഇടിച്ച് ഓരോന്നിനെ പിടിച്ചു കൊണ്ടുപോകണം. ഈ തലയിലും ഇവർ മാസ്കൊക്കെ ഇട്ട് ആളെ മനസ്സിലാവാണ്ട രീതിയിലൊക്കെ മറച്ചൊക്കെ വരാം. അതിൻ്റെ കൂട്ടത്തിൽ കൂടെ സായിപ്പിൻ്റെ കൂട്ടത്തിൽ സായിപ്പും കയറും, പച്ചയും കയറും, കയറാവുന്നവനൊക്കെ കയറി ജയ് വിളിച്ചു. ഇപ്പം ജർമ്മനിയും ഫ്രാൻസും പോലെ ശാന്തമായി. ഒരു പ്രശ്നമില്ല ഇവന്മാർക്ക്. എന്ത് ഡീസൻ്റാണെന്നറിയോ, പക്ക നല്ല മനുഷ്യരായി. ഇപ്പം യാതൊരു പ്രശ്നമില്ലാണ്ടാണ് ഇപ്പം ഇന്നലത്തെ ടോണി റോബിൻസൻ്റെ ഇതിൽ ഒരുത്തിനും കാണാനില്ല. ഒരു പൊട്ടിക്കലോ കത്തിക്കലോ. അവനറിയാം ഇനി പൊട്ടിച്ച സായിപ്പിൻ്റെ ഈ ഗുജറാത്ത് സ്റ്റൈല്. ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിരുന്നു, മോഡിയെ വിളിക്കൂ യൂറോപ്പിനെ രക്ഷിക്കൂ. ഒരു മോഡിനെയും വിളിക്കേണ്ട ആവശ്യമില്ല. ശാന്ത ഇന്നലത്തെ പരിപാടിയോട് കൂടിയിട്ട് ക്ലീനായി. ഇതിൽ എന്നോട് ഞാൻ ലണ്ടനിലൊക്കെ പോകുമ്പോഴുള്ള നമ്മുടെ സുഹൃത്തുക്കളൊക്കെ കുറേ ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് മലയാളികളൊക്കെ. അവൻ പറയും എന്നിട്ട് പറയും ഒരു രക്ഷയില്ല പൈപ്പാർ. ഇവനൊക്കെ പുറത്ത് പറയാനൊക്കെ അവർക്കൊക്കെ ഒരു ഇതാണ്. കാരണം ഇവനൊക്കെ ഇപ്പോഴും കുറച്ച് നേരം വെളുക്കാത്ത ഈ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളൊക്കെ ഉണ്ട്. ഇവർക്കും ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഇതിൻ്റെ ഇതുകൾ. പക്ഷെ കുറേ ആൾക്കാർക്ക് ഇതായി. പ്രത്യേകിച്ച് യൂറോപ്പിൽ പോയ നമ്മളുടെ ഇപ്പം നാട്ടിൽ നിന്ന് കുറേ ആൾക്കാർ UK പഠിക്കാനായിട്ട് പോകുന്നു, ലണ്ടനിൽ പോകുന്നു, യൂറോപ്പിൽ പോകുന്നു. ആ പിള്ളേർക്കൊക്കെ അറിയാം ഇവൻ്റെ കയ്യിലിരിപ്പ് എന്താണെന്നുള്ളത്, ഇവൻ്റെ യഥാർത്ഥ മുഖം. അപ്പം അവർ വന്ന് നാട്ടിൽ അവരുടെ ഫ്രണ്ട്സിനോടും റിലേറ്റീവ്സിനോടൊക്കെ പറയണ്,
ഈ മതം നമ്മൾ വിചാരിച്ചാലാട്ടെ ഇപ്പം ഇവിടെ ന്യൂനപക്ഷം ആയതുകൊണ്ടാണ് കലക്കി കളയുന്നുള്ളത് അവൻ പഠിച്ചു. ഈ പറയണ ഇത് പിള്ളേർ പഠിച്ചു. അപ്പം എന്നെ കുറേ സുഹൃത്തുക്കൾ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഇത് ചെയ്യുന്നത് ഗംഭീരമാണ്, അത് വിളിച്ച് പറയാനുള്ള ധൈര്യം. കാരണം അവർക്ക് ഭയം കാരനാണ് എന്നോട് പറയണത്. ഈ ഞാൻ അതുകൊണ്ടാണ് ഇന്നാൾ പറഞ്ഞത്, എന്നെ നിങ്ങൾ വർഗീയവാദി എന്ന് വിളിച്ചോ ഇതും പറച്ചോ, നിങ്ങളുടെ പുസ്തകത്തിൽ എഴുതിയ കാര്യങ്ങളെ ഞാൻ വിമർശിക്കും. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെ സാമൂഹ്യമായിട്ട് നിങ്ങൾ കാഫിർ എന്ന് വിളിക്കണേ ഞാൻ വിമർശിക്കും. ഇത് അവസാനം വരെ വിമർശിച്ചുകൊണ്ടേയിരിക്കും. അത് ഈ നിങ്ങൾക്ക് കിട്ടും മുട്ടത്തലേനെ, മരം മുറിക്കണ മുട്ടത്തലേനെ കിട്ടും, അതല്ലെങ്കിൽ നായര് ചാടി നടക്കണ നായരെ കിട്ടും, അറബിയുടെ നക്കി തിന്ന് നടക്കണ നാട്ടിലെ മാധ്യമങ്ങളെ കിട്ടും. പറയേണ്ടവൻ പറഞ്ഞിട്ടേ പോവുള്ളൂ, പറഞ്ഞ് ഇത് ചെയ്യും. ലോകം മാറാണ്. ഗൾഫ് രാജ്യങ്ങൾ, ഈ അറബികളാണ് ഇവിടെയുള്ള വിദേശ, ഇപ്പോൾ ഫ്രാൻസിൻ്റെയൊക്കെ പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിൻ്റെ ഒക്കെ അടുത്ത് വന്നിട്ട് നെഹിയാൻ അബുദാബിയുടെ അടിച്ചൊതുക്കാനാ പറയണേ. ഏറെ സ്വന്തം മതത്തിൻ്റെ കാക്കാമൻ. ഇനി അറബ് നാട്ടിലൊന്നും ഇപ്പോൾ ഖത്തറിൽ നാൾ പൊട്ടിച്ചില്ലേ നെത്തിനാകൂ. അറബ് നാട്ടിലൊന്നും അറബ് നാട് മാറി. അറബ് നാട്ടിൽ ഈ പരിപാടി ഇങ്ങനെ നടക്കില്ല. ആ GCCയിൽ മറ്റുള്ള രാജ്യം കൂടി സായിപ്പ് നേരെയാക്കിക്കൊണ്ടിരിക്കുക. ബോംബിട്ട് നെത്തുന്യാഹുവിൻ്റെ അടുത്ത് ഇവൻ ഈ സായിപ്പിൻ്റെ അടുത്തുള്ള ഒരു പ്രത്യേകം സായിപ്പ് ഈ ഇരുന്ന് കരഞ്ഞ അവൻ്റെ രാഷ്ട്രീയ തന്ത്രം എന്ന് പറയുന്നത് പാവം പലസ്തീൻ എന്നൊക്കെ പറയും. പക്ഷെ അവൻ അടിച്ചു ഒതുക്കേണ്ട സമയത്ത് നെത്തിനാഹുവിനോട് പിന്നെയോടെ പറയും, കലക്കിക്കോ ഞങ്ങൾ ഇത്തിരി കരയണ പോലെ കാണിക്കും, പക്ഷെ അലക്കിക്കോളാൻ പറയണത് ആരാ? ഈ സായിപ്പിന് നെത്തിനാഹുവിനെ വിട്ടേക്കണം അവിടെ അടിച്ചു ഒതുക്കാനായിട്ട്. ഇപ്പോൾ സിറിയ മാറും, ലെബനൻ മാറും, ഇറാഖ് മാറും, ഒക്കെ ശാന്തമാകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തിൽ സമാധാനം വരാൻ പോവുകയാണ്. അത് ഇന്നലത്തെ ഒരു സംഭവം, വലിയ സംഭവമാണ്. UK 70 രാജ്യം വെച്ച് UK അതിൻ്റെ പ്രമാദിത്വം തിരിച്ചു പിടിച്ചിട്ട് ഇന്നലെ ടോണി റോബിൻസൺ 30 ലക്ഷം വെസ്റ്റ് മിനിസ്റ്റർ ആ പാലം തിങ്ങി നിറഞ്ഞു. ഒരുത്തനും ഉണ്ടായിരുന്നില്ല. അത്ര നാളെ പാലത്തുമ്മൂടെയൊക്കെ കത്തിയടിച്ച് വീശിയവരുണ്ട്. ഒരുത്തനും ഇല്ല, ഒക്കെ പോയി, ഓടിപ്പോയി. ഒരു അല്ലാഹു അക്ബറും ഇല്ല, ഒന്നുമില്ല.